സിനോജ് തോമസ്, ഒരു പ്രേക്ഷകൻ അബൂബക്കർ മേൽമുറി എഴുതുന്നത് മലബാറിലെ വിജയശതമാനം കുറയ്ക്കാനുള്ളൊരു ശ്രമമാണോ എന്ന് എഴുതുന്നുണ്ട്. പക്ഷേ ഇത് വിചിത്രമായൊരു ഉത്തരവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പഠിപ്പിക്കാൻ മതിയായ അല്ലെങ്കിൽ ശേഷിയില്ലാത്ത, പഠിപ്പിക്കുന്നതിൽ പരിമിതികളുള്ള, പഠിപ്പിക്കാൻ അറിയാത്ത അധ്യാപകരെ കണ്ടെത്തുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് ബോധ്യപ്പെടുന്നു. അവരെ ഉടൻ തന്നെ നടപടിയും എടുക്കുന്നു. അവരെന്നാൽ പോയി വയനാട്ടിലും കോഴിക്കോട്ടും പഠിപ്പിച്ചോട്ടെ എന്ന് തീരുമാനമെടുക്കുന്നു. എന്ത് ഉത്തരവാണ് സാർ ഇത്? പഠിപ്പിക്കാൻ കഴിയാത്ത അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം പരിശീലനം കൊടുത്തവരെ മെച്ചപ്പെട്ടവരാക്കി മാറ്റുകയല്ലേ വേണ്ടത്? സുനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനോജ്, വെരി ഗുഡ് മോർണിംഗ്. ഈ പഠിപ്പിക്കാൻ കൊള്ളാത്ത അധ്യാപകരെ കോഴിക്കോട്ടേക്കും വയനാട്ടിലേക്ക് വിട്ടിട്ട് എന്ത് കാര്യം? അവർ കോഴിക്കോടും വയനാടും പോകുമ്പോൾ പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകരായിട്ട് മാറുമോ? അതല്ല, അവർ അലസത കാണിച്ചു എന്നാണോ ഇനി ഈ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്? അരുൺകുമാർ, അതായത് പണ്ട് മുതലേ ഒരു തെറ്റായ ധാരണയുണ്ട്. ഈ പണിഷ്മെൻറ്റ് കിട്ടുന്ന ആളുകളെ മലബാറിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലേക്ക് അടിക്കും, അതായത് തിരുവനന്തപുരംകാരൻ നേരെ കാസർഗോഡേക്ക് അടിക്കും എന്നൊക്കെ പറയാറുണ്ട്. അതേ രീതിയിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിരിക്കുന്നത്. വയനാട്ടിലേക്ക് 3 അധ്യാപികമാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഒരാൾ കല്ലൂർ, പെരിക്കല്ലൂർ, നീർവാര, അങ്ങനെ 3 സ്ഥലത്തേക്ക്. ഈ 3 സ്ഥലമെന്ന് പറയുന്നത് സാധാരണ വിദ്യാർത്ഥികൾ പഠിക്കുന്ന, ആദിവാസി കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്കൂളുകളാണ്. അവിടേക്കാണ് ഈ അധ്യാപകരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഈ 6 പേജുള്ള ഈ ഉത്തരവ് ഒരു വിചിത്രമായ ഉത്തരവാണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ഉത്തരവ് തന്നെ ഇറങ്ങുന്നത്. അതായത് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ്, ഓരോ കാരണങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നൽകിയ പരാതി, PTA പ്രസിഡന്റ് നൽകിയ പരാതി, ഈ സ്കൂൾ വികസന സമിതി നൽകിയ, മാനേജ്മെന്റ് കമ്മിറ്റി നൽകിയ പരാതി, സ്ഥലം MLA നൽകിയ പരാതി, ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇംഗ്ലീഷ് അധ്യാപിക പഠിപ്പിക്കുന്ന ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല, കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റത് ഇംഗ്ലീഷിലാണ് തുടങ്ങിയ കുറ്റങ്ങളാണ് ഇംഗ്ലീഷ് അധ്യാപികയ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഫിസിക്സ് പഠിപ്പിക്കുന്ന മനസ്സിലാകുന്നില്ല, കൊമേഴ്സ് പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നുള്ള വിദ്യാർത്ഥികളുടെ പരാതി. ഫിസിക്സ് അധ്യാപികയ്ക്കെതിരെ പ്രിൻസിപ്പലിന് പരാതി കൊടുത്തപ്പോൾ ഇന്റേണൽ മാർക്ക് കുറച്ചെന്ന് വിദ്യാർത്ഥികൾ പരാതി നൽകുന്നു. അതൊക്കെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയാണ് അവർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ബോട്ടണി അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ കാരണം പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്നില്ല, അതോടൊപ്പം തന്നെ അധികമായി ചിത്രങ്ങൾ വരപ്പിച്ചെന്നാണ് വിദ്യാർത്ഥികളുടെ പരാതി. 31 ചിത്രങ്ങൾ വരയ്ക്കേണ്ട സ്ഥാനത്ത് 81 ചിത്രങ്ങൾ വരപ്പിച്ചു, അത് കുട്ടികളെ പ്രയാസപ്പെടുത്തി തുടങ്ങിയ പരാതികളാണ് കുട്ടികൾ നൽകിയത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ 4 അധ്യാപികമാരെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു. അധ്യാപികമാർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ വരാതെ സ്റ്റാഫ് റൂമിലിരുന്ന്, കസേരയിലിരുന്ന്, മേശയിൽ കിടന്ന് ഉറങ്ങുന്നു തുടങ്ങിയ വിചിത്രമായ പരാതികളാണ് അവിടെ നിന്ന് ഉയർന്നു വന്നത്. പക്ഷേ നമ്മളിത് അന്വേഷിച്ച സമയത്ത് പ്രതിപക്ഷ അധ്യാപക സംഘടനയൊക്കെ തന്നെ പറയുന്നത് ഈ സ്കൂളിലെ സ്റ്റാഫ് റൂമിൽ CCTV സ്ഥാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപികമാരും പ്രിൻസിപ്പളും തമ്മിലുള്ള ഒരു പ്രശ്നവും തർക്കവും അവിടെ ഉണ്ടായിരുന്നു. ആ തർക്കമാണ് ഇങ്ങനെ വികസിച്ച് വലിയ പരാതിയായി വന്ന് കോട്ടയം RDD അന്വേഷിച്ച് റിപ്പോർട്ടായി നൽകി ഇപ്പോൾ സ്ഥലമാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് വിഷയങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് എല്ലാം മലബാറിലേക്കാണ്. 3 അധ്യാപകന്മാരെ വയനാട്ടിലേക്ക്, ഒരാൾ കണ്ണൂരിലേക്ക്, ഒരാൾ കോഴിക്കോട്ടേക്ക്. അത് പറയാൻ ന്യായീകരണമുണ്ടാകും. അവിടെ വേക്കൻസി ഉള്ളതുകൊണ്ട് അവിടേക്ക് സ്ഥലം മാറ്റിയെന്ന് പറയാം. പക്ഷേ വേക്കൻസി ഉണ്ടെങ്കിൽ സർക്കാർ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കണ്ടെത്തുന്നു. ആസിഫ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറഞ്ഞു, ഇപ്പൊ ഈ സിനോജ് പറഞ്ഞല്ലോ, ഒരു നിമിഷം ഞാൻ അതിലേക്ക് വരാം, നമുക്ക് ആ വാർത്ത എടുക്കണം. ആ പ്രേക്ഷകൻ പറഞ്ഞതും കൂടി അങ്ങ് പറഞ്ഞേക്കാം. വയനാടിന്റെ തണുപ്പിൽ ഇനി സുഖമായിട്ട് ഇവർക്ക് ഉറങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.